ബ്രേക്കിംഗ് നൗ ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. സ്വർണ്ണപ്പാളി വിവാദത്തിൽ പ്രാഥമിക അന്വേഷണം നടത്താൻ തീരുമാനം. വിദേശ മലയാളി നൽകിയ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്താൻ ക്രമസമാധാന ചുമതലയുള്ള ADGP നിർദ്ദേശിച്ചു. പത്തനംതിട്ട SP-ക്ക് പരാതി കൈമാറി. പരാതി പരിശോധിച്ച ശേഷം ആവശ്യമെങ്കിൽ മാത്രം കേസെടുക്കും. ദുബായിൽ ജോലി ചെയ്യുന്ന ആലപ്പുഴ സ്വദേശിയാണ് പരാതിക്കാരൻ. അതിനിടെ ദേവസ്വം വിജിലൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി ഇപ്പോൾ രേഖപ്പെടുത്തുകയാണ്. ഹരിമോഹൻ ചേരുന്നു നമുക്കൊപ്പം. ഹരിമോഹൻ, ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിനപ്പുറം ഒരു ഭക്തൻ നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നതാണ് അറിയേണ്ടത്. നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? സുജയ, നേരത്തെ തന്നെ ഉയർന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുക, അല്ലെങ്കിൽ അതിന്റെ അധികാരപരിധി എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമല്ലേ എന്നുള്ളത്. ദേവസ്വം ബോർഡും നേരത്തെ അങ്ങനെ ഒരു ആശങ്ക സംസ്ഥാന സർക്കാരിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഒരു പരാതി ലഭിച്ചപ്പോൾ തന്നെ ദ്രുതഗതിയിലുള്ള ഒരു നീക്കത്തിലേക്ക് ആഭ്യന്തര വകുപ്പ് കടന്നിരിക്കുന്നത്. അതായത് ഒരു വിദേശ മലയാളി, അതായത് ആലപ്പുഴ സ്വദേശിയാണ്, ദുബായിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം നൽകിയ പരാതി എന്ന് പറയുന്നത് ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം വേണം എന്നുള്ളതാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ആവശ്യം. ആ ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ആ പരാതിയാണ് ഇന്നലെ സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ചത്. സംസ്ഥാന പോലീസ് മേധാവി ഇന്നലെ തന്നെ അത് ക്രമസമാധാന ചുമതലയുള്ള ADGP H. വെങ്കടേഷിന് കൈമാറുകയും ചെയ്തിരുന്നു. അതിൽ ഇന്നൊരു തീരുമാനമായിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ പരാതിയിന്മേൽ പ്രാഥമിക അന്വേഷണം നടത്താൻ വേണ്ടിയുള്ള തീരുമാനമാണ് ആയിരിക്കുന്നത്. അത് പത്തനംതിട്ട SP-ക്ക്, അതായത് ശബരിമല പത്തനംതിട്ട SP-യുടെ കീഴിലായതുകൊണ്ട് തന്നെ പത്തനംതിട്ട SP-ക്ക് ആ പരാതി കൈമാറിയിട്ടുണ്ട്. ആ പരാതിയിന്മേൽ പ്രാഥമിക അന്വേഷണം നടത്താനുള്ള ടീമിനെ, അന്വേഷണ സംഘത്തെ പത്തനംതിട്ട SP-ക്ക് രൂപീകരിക്കാം. അവരായിരിക്കും ഇനിയിപ്പോൾ ആ പ്രാഥമിക അന്വേഷണം നടക്കുക. ആ പ്രാഥമിക അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യം കണ്ടെത്തിയാൽ, പരാതിയിൽ ഏതെങ്കിലും തരത്തിൽ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തിയാൽ സർക്കാരിനോടുകൂടി ആലോചിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനോടുകൂടി ആലോചിച്ചുകൊണ്ടായിരിക്കും അത് കേസ് രജിസ്റ്റർ ചെയ്യുന്ന നടപടിയിലേക്ക് പോവുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സമാന്തരമായിക്കൊണ്ട് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തോടൊപ്പം സമാന്തരമായിക്കൊണ്ട് അത്തരത്തിലൊരു അന്വേഷണം, പ്രാഥമിക അന്വേഷണത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇതിനിടെയാണ് ഇന്ന് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെ ദേവസ്വം വിജിലൻസ് ഓഫീസിൽ അല്പസമയം മുൻപ്, അതായത് അരമണിക്കൂർ മുമ്പ്, കൃത്യമായി പറഞ്ഞ അരമണിക്കൂർ മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി ചോദ്യം ചെയ്യലിന് മൊഴി കൊടുക്കാൻ വേണ്ടി ഹാജരായിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് രാവിലെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോഴൊക്കെ തന്നെ തന്നോട് ഇന്ന് വിജിലൻസ് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ താൻ ഇന്ന് പോവില്ല. പക്ഷേ എല്ലാ ഘട്ടത്തിലും അന്വേഷണത്തോട് സഹകരിക്കുന്ന നിലപാടായിരിക്കും തൻ്റേത്. ഏത് ചോദ്യം വേണമെങ്കിലും തന്നോട് ചോദിക്കാം എന്നുള്ളതടക്കം വിശാല മനസ്കത രാവിലെ പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ അദ്ദേഹം ദേവസ്വം വിജിലൻസ് ഓഫീസിൽ ഹാജരാകുന്നു, മൊഴിയെടുപ്പിന് വേണ്ടി നിന്നുകൊടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അത് ബാംഗ്ലൂരിൽ പോകാം. ഹരിമോഹൻ, ഇപ്പോൾ റോഷിപാൽ ദേവസ്വം ആസ്ഥാനത്തുണ്ട്. റോഷിപാൽ, ഗുഡ് ഈവനിംഗ്. സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദേവസ്വം ബോർഡ് കുരുക്കിലായിരിക്കുകയാണ്. കുരുക്കഴിക്കേണ്ട പ്രധാനപ്പെട്ടയാൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ കഴിഞ്ഞ അരമണിക്കൂറോളം നേരമായി അവിടെ ചോദ്യം ചെയ്യുകയാണോ? പൂർണ്ണമായും സഹകരിക്കുകയാണോ ഉണ്ണികൃഷ്ണൻ പോറ്റി? സുജയ, ഏതാണ്ട് 3:30യോടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവനന്തപുരത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനത്തെത്തുന്നത്. വിജിലൻസ് ഉദ്യോഗസ്ഥന്മാർക്ക് മുന്നിൽ വിജിലൻസ് ഉദ്യോഗസ്ഥന്മാർ ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി തുടങ്ങുകയാണ്. കാരണം സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട നിരവധി സംശയങ്ങൾ അത് സംസ്ഥാനത്തൊട്ടാകെ ജനങ്ങൾക്കുണ്ട്, പൊതുസമൂഹത്തിനാകെ സംശയം, അതിനപ്പുറത്തേക്ക് ദേവസ്വം ബോർഡ് ഉയർത്തുന്ന സംശയങ്ങളുണ്ട്. പ്രതിപക്ഷം ദേവസ്വം ബോർഡിനെയും സർക്കാരിനെയും ഒക്കെ സംശയം മുന്നിൽ നിർത്തുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. കാരണം സ്വർണ്ണപ്പാളി ഏതാണ്ട് 39ഓളം ദിവസം എവിടെയാണ് സൂക്ഷിച്ചത്, എന്തുകൊണ്ട് പലയിടങ്ങളിലായി ഈ എല്ലാ തരത്തിലുള്ള ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് പൂജയ്ക്ക് കൊണ്ടുപോയി എന്നടക്കമുള്ള ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം വേണം. പിന്നീട് ഇത് സ്വർണം ആയിരുന്നു, ആ സ്വർണ്ണപ്പാളിയായിരുന്നു, അത് എങ്ങനെ ചെമ്പായി മാറി എന്ന ചില സംശയങ്ങളുണ്ട്. പക്ഷേ രേഖയിൽ അത് ചെമ്പായി തന്നെയാണ് കൈമാറുന്നത്, അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക്. അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കാര്യത്തിൽ കൃത്യമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വിശദീകരിച്ച് രക്ഷപ്പെടാൻ കഴിയും. ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥന്മാർ സഹായം നൽകിയോ എന്നടക്കമുള്ള സംശയങ്ങളുണ്ട്. കാരണം പ്രതിപക്ഷം അങ്ങനെ ചില ആരോപണങ്ങൾ ഉയർത്തുന്നുണ്ട്. ദേവസ്വം ബോർഡിലെ ചില ഉദ്യോഗസ്ഥന്മാർ. എന്തായാലും മൊഴിയെടുപ്പിന് ശേഷമുള്ള സുബ്രഹ്മണ്യം പോറ്റിയുടെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലേക്ക് നമുക്ക് റോഷിപാലിലേക്ക് വീണ്ടും എത്താം.